വെൽക്കം ടു കോഓപ്പറേഷൻ എഹെഡ് യൂട്യൂബ് ചാനൽ. കോഓപ്പറേഷൻ എഹെഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്തത് സെക്ഷൻ 10, ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. സംഘത്തിൻ്റെ പേര് മാറ്റൽ. ഇവിടെ 3 സബ്സെക്ഷനാണ് പറയുന്നത്. അതിൽ ആദ്യത്തേത്, എ സൊസൈറ്റി മേ ബൈ ആൻ അമെൻഡ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് ബൈലോ ചേഞ്ച് ഇറ്റ്സ് നെയിം. അതായത് സംഘത്തിൻ്റെ ബൈലോ ഭേദഗതി ചെയ്തുകൊണ്ട് ഒരു സംഘത്തിന് അതിൻ്റെ പേര് മാറ്റാവുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 10 സബ്സെക്ഷൻ 2, വേർ എ സൊസൈറ്റി ചേഞ്ചസ് ഇറ്റ്സ് നെയിം ദ രജിസ്ട്രാർ ഷാൾ എൻ്റർ ദ ന്യൂ നെയിം ഇൻ ദ രജിസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ പ്ലേസ് ഓഫ് ദ ഫോർമർ നെയിം ആൻഡ് ഷാൾ എമെൻഡ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ അക്കോർഡിംഗ്ലി. അതായത് സംഘത്തിൻ്റെ പേര് മാറ്റുമ്പോൾ രജിസ്ട്രാർ സഹകരണ സംഘങ്ങളുടെ രജിസ്റ്ററിൽ പഴയ പേരിൻ്റെ സ്ഥാനത്ത് പുതിയ പേര് ചേർക്കേണ്ടതും കൂടാതെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ഭേദഗതി വരുത്തേണ്ടതുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത് സെക്ഷൻ 10 സബ്സെക്ഷൻ 3, ദ ചേഞ്ച് ഓഫ് നെയിം ഓഫ് എ സൊസൈറ്റി ഷാൾ നോട്ട് എഫക്റ്റ് എനി റൈറ്റ്സ് ഓർ ഒബ്ലിഗേഷൻസ് ഓഫ് ദ സൊസൈറ്റി ഓർ റെൻഡർ ഡിഫക്റ്റീവ് എനി ലീഗൽ പ്രൊസീജിങ്സ് ബൈ ഓർ എഗെയിൻസ്റ്റ് ഇറ്റ് and any legal proceedings which might have been continued or commenced by or against the society by its former name and may be continued or commenced by its new name. അതുപോലെ ഒരു സംഘത്തിൻ്റെ പേരുമാറ്റം അതിൻ്റെ അവകാശങ്ങളെയോ ബാധ്യതകളെയോ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നും സംഘം നടത്തുന്നതോ സംഘത്തിന് എതിരായുള്ളതോ ആയ ഏതെങ്കിലും നിയമപരമായ നടപടികളെ പേരുമാറ്റം ഒരിക്കലും പ്രതികൂലമായി ബാധിക്കുന്നില്ല. കൂടാതെ സംഘത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന പേര് തുടങ്ങിയ ബിസിനസ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടികളോ ആ സംഘത്തിൻ്റെ പുതിയ പേരിൽ തുടരാവുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടെ വിശദമായി പഠിക്കാം. ഇവിടെ ഒരു സൊസൈറ്റിക്ക് പേര് മാറ്റണം എങ്കിൽ സൊസൈറ്റി ആദ്യം ചെയ്യേണ്ടത് എന്നാണ് അതിൻ്റെ ബൈലോ ഭേദഗതി വരുത്തുക എന്നതാണ്. ഇവിടെ സെക്ഷൻ 10 സബ്സെക്ഷൻ 2 പറയുന്നു, വേറെ സൊസൈറ്റി ചേഞ്ചസ് ഇറ്റ്സ് നെയിം. ഇവിടെ നോക്കൂ, സൊസൈറ്റിയാണ് എന്ത് ചെയ്യുന്നത്, പേര് മാറ്റുന്നത്. പേര് മാറ്റാൻ വേണ്ടി രജിസ്ട്രാറിൻ്റെ അനുമതി ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. സൊസൈറ്റി പേര് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, രജിസ്ട്രാർ പഴയ പേരിന് നേർക്ക് പുതിയ പേര് എഴുതി ചേർക്കുകയും കൂടാതെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ അത് മാറ്റം വരുത്തേണ്ടതുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ രജിസ്ട്രാറിനാണ് എന്തിനുള്ള അധികാരം, പുതിയ പേര് ചേർക്കുവാനും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എമെൻഡ് ചെയ്യുവാനുള്ള അധികാരം ആർക്കാണ്, രജിസ്ട്രാർക്കാണ് ഉള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ സെക്ഷൻ 10 സബ്സെക്ഷൻ 3 പറയുന്നു, ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക, റൈറ്റ്സ് ഓർ ഒബ്ലിഗേഷൻസ് എന്നിവിടെ പ്രത്യേകം പറയുന്നുണ്ട്. നിങ്ങൾ അതുപോലെ പഠിക്കണം. നാളെ ചിലപ്പോൾ റൈറ്റ്സ് ഓർ അസറ്റ്സ് ഓഫ് ദ സൊസൈറ്റി എന്ന് ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് എഴുതാൻ വേണ്ടി പാടില്ല, റൈറ്റ്സ് ഓർ ഒബ്ലിഗേഷൻസ് എന്ന് തന്നെ പഠിക്കണം. ഇവിടെ പറയുന്നത് പുതിയ പേരിലായിരിക്കും എല്ലാം ആരംഭിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യുക.